കാര്യങ്ങൾ ചെയ്ത് പ്രാദേശിക കർഷകരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുക, നമ്മൾ കടകളിലേക്ക് പോകുമ്പോൾ തുണി ബാഗ് കൊണ്ടുപോവുക, അവിടുന്ന് പ്ലാസ്റ്റിക് വാങ്ങുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഇടപെട്ട് ഈ അനാവശ്യമായി വാങ്ങിക്കൂട്ടുന്ന പ്രവണത ഒഴിവാക്കാം, അനാവശ്യമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കാം. ഈ ദിനാചരണത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ അതാണ്. ആ നിലയിൽ നിരവധി കാര്യങ്ങളുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്, പക്ഷേ ഇപ്പൊ സമയക്കുറവുള്ളതുകൊണ്ട് നിയമസഭ അടക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇന്നൊരു സബ്മിഷൻ മിനിസ്റ്റർക്ക് ഉള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു അവിടെ എത്തി ഉദ്ഘാടനം നിർവഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ അധികാരമുണ്ട്. നമുക്ക് എന്താ വ്യക്തിപരമായി നാം നിൽക്കുമ്പോൾ ഒരു അധികാരമുണ്ട്. എന്താണ്, നിങ്ങളൊക്കെ ചിലപ്പോൾ പബ്ലിക് സർവൻസ് ആണ്, നല്ല ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, സമ്പത്ത് ഉണ്ടാകും, പലരും ഇല്ലാത്തവരുണ്ടാകും. പക്ഷെ രണ്ടുപേരും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഓരോരുത്തരും ചെറിയ ജോലി, കൂലിപ്പണി ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ജീവിക്കുന്നുണ്ട് ഈ ഭൂമുഖത്ത്. അദ്ദേഹത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ പൈസ ചെലവഴിച്ചുകൊണ്ടാണ് ജീവിക്കുക. എനിക്ക് വേണ്ടി എന്ന് എപ്പോൾ ചൂണ്ടുന്നുവോ, എനിക്ക് ഈ ഭൂമി വേണമെന്ന് എപ്പോൾ നമുക്ക് ചിന്ത വരുന്നുവോ, എനിക്കിവിടെ ജീവിക്കണമെന്ന് എപ്പോൾ ചിന്ത വരുന്നുവോ, എനിക്ക് നല്ല വായു കിട്ടണമെന്ന് എപ്പോൾ ചിന്ത വരുന്നുവോ, എനിക്ക് നല്ല വെള്ളം കുടിക്കണമെന്ന് എപ്പോൾ ചിന്ത വരുന്നുവോ, എനിക്ക് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കണമെന്ന് എപ്പോൾ ചിന്ത വരുന്നുവോ, അപ്പോൾ നമ്മൾ മാറും. അതുവരെ മാറത്തില്ല. ഭാര്യ ഗുളിയെടുത്തു തന്നാൽ എന്തിനാണ് ഇത്രയും ഗുളിയ എന്നെ കൊണ്ട് തിരിക്കുന്നത്? നമുക്ക് ബോധ്യം ഉണ്ടായാൽ നമ്മൾ തുള്ളിയെ വാരി തിന്നും. വ്യത്യാസമുള്ളൂ. തിരിച്ച് ഭാര്യയ്ക്ക് ഇതുപോലെ അത്രയേ ഉള്ളൂ മനുഷ്യന്റെ വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒരു ഹരിത ചിന്ത വരണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം. വെരി സിമ്പിൾ. നമ്മുടെ ജീവിത ശൈലിയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ എത്ര കണ്ട് മാറ്റം വരുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുള്ളത്, ഇന്നലെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഒന്ന് അവിടെ നിന്ന് ക്ലാസ് എടുക്കണുണ്ട്, ഇന്ന് നോക്കിയപ്പോൾ അവൻ ജീൻസ് വിട്ട് നല്ല വലിയ കാറിന് ഫോട്ടോ ഇട്ടേക്കണം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കളയരുത്. കാരണം ഒരു സുഭാഷ് ചന്ദ്രബോസിനും ഒരു ഗാന്ധിജിക്കും എന്താവാൻ പറ്റത്തില്ല. എല്ലാ ആദർശവും കൂടി മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പ്രായോഗികമല്ല.